പാലക്കാട് വാളയാറിൽ അതിഥി തൊഴിലാളിയെ സംഘപരിവാർ കൊലപ്പെടുത്തിയതിന്റെ നിർണായക ദൃശ്യങ്ങൾ ശേഖരിച്ച് അന്വേഷണ സംഘം. ഛത്തീസ്ഗഡ് സ്വദേശി രാംനാരായണനെ പ്രതികൾ വിചാരണ ചെയ്ത് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. രാംനാരായണൻ കൊല്ലപ്പെട്ടതിനു പിന്നാലെ ദൃശ്യങ്ങളും മൊബൈൽ ഫോണും നശിപ്പിക്കാൻ പ്രതികൾ ശ്രമിച്ചിരുന്നു. ദൃശ്യങ്ങൾ പരിശോധിച്ച് കൂടുതൽ പേരെ പ്രതി ചേർക്കും. വാർത്തയുടെ വിശദാംശങ്ങളുമായി സച്ചിൻ വള്ളിക്കാട് ചേരുന്നുണ്ട്. സച്ചിൻ, അതിക്രൂരമായ മർദ്ദനമാണ് രാംനാരായണൻ നേരിട്ടിരുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ അന്വേഷണ സംഘത്തിൽ ലഭിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? അഷിത, തീർച്ചയായും കഴിഞ്ഞ 17-ാം തീയതിയാണ് പാലക്കാട് അട്ടപ്പള്ളത്ത് വെച്ച് അതിഥി തൊഴിലാളി രാംനാരായണൻ സംഘപരിവാർ പ്രവർത്തകരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. അതിഭീകരമായ ആക്രമണം തന്നെയാണ് അതിഥി തൊഴിലാളി ഛത്തീസ്ഗഡ് സ്വദേശിയായിട്ടുള്ള രാംനാരായണന് നേരെ ഉണ്ടായിട്ടുള്ളത്. 17-ാം തീയതി ഉച്ചയോടുകൂടിയാണ് പാലക്കാട് അട്ടപ്പള്ളത്ത് വെച്ച് മോഷണക്കുറ്റം ആരോപിച്ചുകൊണ്ട് രാംനാരായണനെ RSSൻ്റെയും BJPയുടെയും സജീവ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ചേർന്നുകൊണ്ട് ക്രൂരമായി മർദ്ദിക്കുന്നത്. നിലവിൽ 8 പേരാണ് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റിലായിരിക്കുന്നത്. എന്നാൽ അതിനിർണായകമായ ചില വിവരങ്ങൾ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. അതായത് ആക്രമണ സമയത്ത് ഉള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. പ്രതികൾ ഇത്തരത്തിൽ ദൃശ്യങ്ങളടക്കം പകർത്തിയിരുന്നു. രാംനാരായണനെ മർദ്ദിക്കുന്നതും അതേപോലെ തന്നെ വിചാരണ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദൃശ്യങ്ങളെല്ലാം പ്രതികൾ പകർത്തിയിരുന്നു. എന്നാൽ ചില ദൃശ്യങ്ങൾ മാത്രമാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത്. മറ്റ് ദൃശ്യങ്ങൾ അടങ്ങുന്ന ഫോണുകളടക്കം പ്രതികൾ നശിപ്പിച്ചിരുന്നു. ഈ ഫോണുകളടക്കം വീണ്ടെടുത്തുകൊണ്ടാണ് ഇപ്പോൾ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാവും എന്ന കാര്യം തന്നെയാണ് അന്വേഷണ സംഘത്തിൽ നിന്നും ലഭിക്കുന്ന സൂചന. നിലവിൽ 8 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. RSSൻ്റെയും BJPയുടെയും സജീവ പ്രവർത്തകരായ അനു, മുരളി ഉൾപ്പെടെയുള്ള 8 പേരെയാണ് പാലക്കാട് വാളയാർ പോലീസും അതേപോലെ തന്നെ പ്രത്യേക അന്വേഷണ സംഘവും അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ക്രൈംബ്രാഞ്ച് സംഘം അടക്കം നിലവിൽ റിമാൻഡിൽ കഴിയുന്ന, അതായത് ആദ്യഘട്ടത്തിൽ 5 പേരെയായിരുന്നു അറസ്റ്റ് ചെയ്തത്. അവരെയൊക്കെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് അടക്കം കൂടുതൽ ചോദ്യം ചെയ്യലടക്കം നടത്തിയിരുന്നു. ബാക്കിയുള്ള പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ തെളിവെടുപ്പും അതേപോലെ തന്നെ കൂടുതൽ ചോദ്യം ചെയ്യലിലേക്കുമെല്ലാം കടക്കാൻ വേണ്ടിയാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കൂടുതൽ തെളിവുകൾ, നിർണായകമായ ദൃശ്യങ്ങളടക്കം അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുമുണ്ട്. കൂടുതൽ അറസ്റ്റ് ഇന്നുണ്ടാവും എന്ന ഒരു വിവരം തന്നെയാണ് ലഭിക്കുന്നത്. പാലക്കാട് അട്ടപ്പള്ളത്ത് വെച്ചാണ് കഴിഞ്ഞ 17-ാം തീയതി ഉച്ചയോടുകൂടെ ഛത്തീസ്ഗഡ് സ്വദേശിയായിട്ടുള്ള രാംനാരായണനെ അതിക്രൂരമായി കൊല്ലുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കൃത്യമായ രീതിയിൽ അന്വേഷണം സംസ്ഥാന സർക്കാർ, മുഖ്യമന്ത്രി തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടുകയും രാംനാരായണൻ്റെ കുടുംബത്തിന് ധനസഹായം അടക്കം സംസ്ഥാന സർക്കാർ നൽകിയിരുന്നു. ഇത്തരത്തിൽ അതിഥി തൊഴിലാളികളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു സംസ്ഥാന സർക്കാർ തന്നെയാണ് കേരളത്തിലുള്ളത്. എന്നാൽ അതേസമയം RSSൻ്റെയും BJPയുടെയും പ്രവർത്തകർ ചേർന്നുകൊണ്ട് ഇത്തരത്തിൽ ക്രൂരമായ അക്രമം അതിഥി തൊഴിലാളികൾക്ക് നേരെ അഴിച്ചുവിടുന്നു. അതിൻ്റെ ഒരു ഏറ്റവും ഒടുവിലത്തെ ഒരു കൊലപാതകമായി ആണ് ഇപ്പോൾ രാംനാരായണൻ്റെ കൊലപാതകവും മാറിയിട്ടുള്ളത്. എന്നാൽ പ്രതികൾക്കായുള്ള കൂടുതൽ പ്രതികളെ കണ്ടെത്താനും അതേപോലെ തന്നെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ഊർജിതമായ അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അഷിത. സച്ചിൻ, രാംനാരായണൻ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ദൃശ്യങ്ങളും മൊബൈൽ ഫോണും അടക്കമുള്ള തെളിവുകൾ നശിപ്പിക്കാൻ പ്രതികളുടെ ഭാഗത്തുനിന്ന് ശ്രമങ്ങൾ ഉണ്ടായിരുന്നല്ലേ? തീർച്ചയായും അക്ഷിത, പ്രതികൾ മൊബൈൽ ഫോണിൽ ചില പ്രതികൾ ദൃശ്യങ്ങൾ എടുത്തിരുന്നു. ആ ദൃശ്യങ്ങൾ അടങ്ങുന്ന മൊബൈൽ ഫോണുകൾ നശിപ്പിക്കുകയും അതേപോലെ തന്നെ ഒളിവിലൊക്കെ വെക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ പോലും അത് കൃത്യമായ അന്വേഷണത്തിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. കൂടുതൽ ദൃശ്യങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ചില പ്രതികളെല്ലാം തമിഴ്നാട്ടിലേക്കടക്കം ഈ അക്രമം നടന്നതിന് ശേഷം രാംനാരായണൻ കൊല്ലപ്പെട്ടു എന്നത് അറിഞ്ഞതോടുകൂടെ ചില പ്രതികളെല്ലാം തമിഴ്നാട്ടിലേക്കടക്കം മുങ്ങിയിരുന്നു. അവരെ അടക്കം ചില ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ചില ആളുകളെ കൂടെ ലഭിക്കാനുണ്ട്. അത് ഈ ദൃശ്യങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ കൂടുതൽ ആളുകളെ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. അവരെയൊക്കെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യും. അതിഭീകരമായ ഒരു കൊലപാതകം തന്നെയായിരുന്നു കഴിഞ്ഞ 17-ാം തീയതി പാലക്കാട് അട്ടപ്പള്ളത്ത് വെച്ച് നടക്കുന്നത്. 17-ാം തീയതി ഉച്ചയോടുകൂടിയാണ് രാംനാരായണനെ മോഷണക്കുറ്റം ആരോപിച്ചുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ തടഞ്ഞു വെക്കുന്നത്. തുടർന്നാണ് ഇത്തരത്തിൽ RSSൻ്റെയും BJPയുടെയും കൊടും ക്രിമിനലുകൾ, അതായത് അനു, മുരളി അടക്കമുള്ളവർ നിരവധി
കേസിൽ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ഡിവൈഎഫ്ഐ പ്രവർത്തകരെ അടക്കം മർദ്ദിച്ച കേസിൽ പ്രതികളാണ് അനു, മുരളി എന്നിവർ. അതിനാൽ തന്നെ ഈ കൊടും ക്രിമിനലുകളുടെ നേതൃത്വത്തിലാണ് രാംനാരായണനെ വിചാരണ ചെയ്തുകൊണ്ട് 4 മണിക്കൂറിലധികമാണ് രാംനാരായണനെ വിചാരണ ചെയ്തത്. അതിനുശേഷമാണ് രാംനാരായണൻ രക്തമടക്കം ഛർദ്ദിച്ചുകൊണ്ട് മരിക്കുന്നത്. ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം അതിഭീകരമായിരുന്നു. അതീവ കേരളത്തെ മനസാക്ഷിയെ ഒന്നാകെ ഞെട്ടിക്കുന്ന ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടായിരുന്നു വന്നത്. ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുള്ളത് രാംനാരായണൻ്റെ ശരീരത്തിൽ 1 ഇഞ്ച് പോലും മർദ്ദനമേൽക്കാത്ത ഭാഗങ്ങൾ ഇല്ല എന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത്. അതിനാൽ തന്നെ കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തി. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് 8ഓളം പ്രതികളെ നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ പ്രതികളെ ഈ ദൃശ്യങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. ഇന്ന് ചിലപ്പോൾ അവരുടെ അറസ്റ്റും ഉണ്ടാവുമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട്. അക്ഷിത.